സംസാരിക്കുമ്പോൾ ചെല്ല് പറയും, ഇനി ഞാൻ അധിക നാളൊന്നും അത് അങ്ങേയറ്റം പറ്റിയത് കൊണ്ടാണ്. ഇന്ന് രാവിലെ ഞാൻ ഒരു ശ്രേഷ്ഠനായ ദേവദാസന്റെ ശവസംസ്കാരത്തിന് പോയി. 99 വയസ്സ്. അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് വലിയ പ്രയാസമായിട്ട് തോന്നത്തില്ല. 99 ഉണ്ട്. ഇന്നലെ പേപ്പർ വായിച്ചപ്പോൾ ഞാൻ അന്തം വിട്ടു പോയി. 99 ഞാൻ നോക്കി. അത് കഴിഞ്ഞപ്പം ഒരു 100, പിന്നെ ഒരു 101, തീർന്നു നോക്കുമ്പോ 103, ലാസ്റ്റ് വന്നപ്പോ 106. അപ്പൊ ഇവര് എന്റെ നിര്യാണ കാലം അടുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സങ്കടപ്പെടേണ്ട കാര്യം ഇല്ല. നിങ്ങൾ പറയും കുറച്ചുകൂടെ നേരത്തെ പോകേണ്ടതായിരുന്നു. അല്ല, വീട്ടുകാർക്ക് വരാ താല്പര്യം. കണ്ടമാനം കിടന്ന് കൂടെ ചൂടുവെള്ളവും പുറമേതിനെയും തൈലവും മെനക്കെടുപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ്. എന്നാ പൗലോസ് ഇവിടെ എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കണ്ടമാനം പ്രായാധിക്യത്തോടുള്ള ബന്ധത്തിലല്ല. താന് ജയിലിൽ കിടക്കില്ല. ജയിലില്ല. സാഹചര്യം നോക്കണം. ഏത് ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ സന്ദർഭം സാഹചര്യം ഒക്കെ മനസ്സിലാക്കി പഠിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് അപ്പൊ ബോധ്യപ്പെടും എന്തോ ആ സന്ദർഭത്തിലായി പറഞ്ഞത്. നിര്യാണകാലം എടുത്തെന്ന് മാത്രം വായിച്ചാൽ നമ്മൾ പുള്ളി ആകാറായി പോകും, പുള്ളി അങ്ങനെ എല്ലാവരും ചാവുമല്ലോ. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത. ഞാനും ഒരു ദിവസം ചാകും, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പഠിക്കാം. പക്ഷെ സന്ദർഭം നോക്കണം. പൗലോസ് ജയിലിൽ കിടക്കില്ല. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ 29 പഠിക്കുമ്പോൾ താൻ വീട്ടുനടങ്ങളിൽ ചില നാളുകൾ പാർത്തതായിട്ട് കാണുന്നുണ്ട്. 28-29 അല്ലേ ഒടുവിലത്തെ കണ്ണിക ഉറക്കമായത്. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർന്നു. അപ്പൊ 2 വർഷം കൂലിക്ക് വാങ്ങിയ വാടക വീട്ടില്. എന്നാൽ ചിന്തിക്കുന്ന പക്ഷേ അത് വീട്ടു നടക്കല. 2 വർഷം പാർത്തു. അവിടെ ചുമ്മാ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നു. വായില് എങ്ങനുണ്ട്? തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെ അതാ നല്ല സ്വഭാവ വൈശിഷ്ട്യമാണ്. കൂലിക്ക് വാങ്ങി വേണ്ടി പമ്മി ഇരുന്നേച്ച് ഉള്ളതെല്ലാം കഴിച്ചേച്ച് കിടന്നുറങ്ങുക, എഴുന്നേറ്റ് കഴിക്കുക, പിന്നെയും കിടന്നുറങ്ങുക, പിന്നെ കഴിക്കുക. ഇത് തന്നെ സുവിശേഷതയല്ല. അതാണോ? കഴിക്കുക ഉറങ്ങുക, കഴിക്കുക ഉറങ്ങുക, പിന്നെ കഴിക്കുക ഉറങ്ങുക, കഴിക്കുക, ഒക്കുന്നെങ്കിലും ഒരു പാട്ട് പാടി പ്രാർത്ഥിക്കുക. സ്തോത്രം. ഇതല്ല സുവിശേഷതയല്ല. പൗലോസ് കൂലിക്ക് വാങ്ങിയ വീട്ടിൽ വെറുതെ മെനക്കെട്ടിരിക്കുകയല്ലോ. ഒന്നോടെ വായിച്ചേ. കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പ്രാർത്ഥിക്കും. മെനക്കെട്ടിരിക്കുകയല്ല. പിന്നെയോ അപ്പൊ ഒന്ന് അടുക്കൽ വരുന്നവരെയൊക്കെ കൈക്കൊള്ളും. നമ്മൾ ആരെങ്കിലും കാണുമ്പോ അകത്തോട്ട് കയറി പോവുക. ചെല്ലി കണ്ടിട്ടില്ലേ? കഥ തുറന്നിട്ട് ഉടനെ അകത്തോട്ട് കയറി അവര് വെല്ലടിച്ച് ചൂപ്പാട് വന്നാൽ പോലും ചെല്ലി കഥമിടയിൽ കൊടുക്കുക. സ്തോത്രം. അപ്പോൾ തന്റെ അടുക്ക വരുന്നവരെ കൈകൊള്ളണം. അടുക്ക വരുന്നവരും വളരെ ശ്രദ്ധിക്കണം. അനാവശ്യമൊന്നും പറയരുത്. അവരുടെ ഇവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് കയറി വന്നാൽ ചിലപ്പോൾ കട്ടന് മറഞ്ഞിരുന്നെന്നും അവിടുന്ന് വരുന്നത് പ്രശ്നമായിട്ടാണ്. അത് ഞാൻ മറ്റേ ഒളിച്ചോടി പോയത്. അത് പറയാനാണ് നീ വണ്ടിക്കൂലി മുടക്കി ഇവിടെ വന്നേ. അത് ഞാൻ മറ്റേ കേസ്. ഇതൊന്നും അല്ല പറയേണ്ടത്. അപ്പൊ വരുന്നവരും ശ്രദ്ധിക്കണം. മറുപടി ഇല്ലല്ലോ. അതിനെയും അതിനെ 2 പേര് ശ്രദ്ധിക്കണം. ദൈവത്തിന് മഹത്വം. ചിലര് ന്യൂസ് കൊടുക്കാൻ തന്നെ വരുന്നവരുണ്ട്. പ്രാർത്ഥനയ്ക്ക് വരികയല്ല. പണ്ട് റേഡിയോ ഉണ്ടായിരുന്നു 8 മണിക്ക് കണ്ടതും കേട്ടതും. 5 മിനിറ്റേ ഉള്ളൂ. എന്താ നിങ്ങൾ ആത്മീയരായതുകൊണ്ട് അതൊന്നും കേട്ടിട്ടില്ല. ഞാൻ നിങ്ങളുടെ ആത്മീയ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. റേഡിയോയില് 8 മണിക്കാണ് കണ്ടതും. 5 മിനിറ്റേ ഉള്ളൂ. 5 മിനിറ്റ് ഉള്ളു. ഭയങ്കര വിഷയമായ. അപ്പൊ ഒരു കാര്യം പറയാ, ഞാനൊരു വീട്ടിൽ പോയാൽ നിങ്ങളൊരു വീട്ടിൽ പോയാൽ ആത്മീകത്തിന് നിരക്കാത്ത ഒന്ന് ഉച്ചരിക്കരുത്. വീട്ടുകാരും വരുന്നവരും അങ്ങനെ ആയിരിക്കണം. സ്തോത്രം. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് വീട്ടിൽ എപ്പോ വേണേലും പോകാം. ഏത് വീട്ടിൽ എപ്പോ വേണേലും പോകാം. ചിലർക്ക് ഏത് വീട്ടിൽ എപ്പോ വേണേലും പോകാനും പറ്റുന്നില്ല. കിടന്ന് ഞരങ്ങില്ല. മിണ്ടണ്ട. തണുപ്പല്ലോ. അധികം മിണ്ടുകയും വേണ്ട.
അന്തരീക്ഷമൊക്കെ തണുത്തിരിക്കുക. ആത്മീയത്തിന് പ്രഥമസ്ഥാനം കൊടുത്ത് ആത്മീയമായിട്ടാണ് ഒരു കുഴപ്പമില്ല. നമുക്ക് ഏത് വീട്ടിൽ എത്ര കൊല്ലം വേണേലും അവർക്ക് താല്പര്യമാണ് താമസിക്കാം. ഇല്ല ഒറ്റ ദിവസം കൊണ്ട് പൊറുതി മിണ്ടുന്നില്ല. സ്തോത്രം. അവ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 കൊല്ലം പാടില്ല. അവ തന്നെ അടുക്ക വരുന്നവരെ എല്ലാം കൈക്കൊള്ളും. അടുത്തത് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ഒരു തടസ്സവുമില്ലാതെ ദൈവരാജ്യം പ്രസംഗിച്ചും. ഇതാ വീട്ടിൽ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ ഇങ്ങനെ വാടകയ്ക്കാന്നേലും സ്വന്തം വീട്ടിലാന്നേലും കൂലിക്ക് വാങ്ങിയാന്നേലും തടവിലിരിക്കുകയാന്നേലും നമ്മളിൽ നിന്ന് വരേണ്ടതെല്ലാം ദൈവവചനമായിരിക്കണം. മനസ്സിലായോ? എന്റെ വായിൽ നിന്ന് നിങ്ങളുടെ വായിൽ നിന്ന് വരേണ്ടതല്ല ദൈവത്തിന്റെ വചനമാണ്. കേൾക്കുന്നവർക്ക് ആത്മീയത വരുത്തുവാൻ, കേൾക്കുന്നവർ ബലപ്പെടുവാൻ ആകാത്തതൊന്നും നമ്മുടെ വായിന്ന് വരരുത്. ഇതേ വചനത്തിന് ശക്തിയുണ്ട്. നീ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ഈ വചനം കടന്നു എന്ന് ക്രിയ ചെയ്യും. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്. അതിന് വേഗത്തിലോടുന്ന തിരുവചനം. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചില രോഗികളെ കണ്ടെന്ന് വരാം. പക്ഷേ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ രോഗശാന്തിയുടെ വചനം അവിടെ ചെന്ന് അവരെ സൗഖ്യമാക്കും. പ്രതികൂലങ്ങളിൽ കൂടി പോകുന്ന ദൈവമക്കൾ ഇന്ന് മകനുണ്ട്. പ്രതിസന്ധികൾ തരണം ചെയ്യുന്നവരുണ്ട്. ദൈവമക്കളെ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ വചനം ചെല്ലുമ്പോ പണ്ട് താമസിക്കുന്ന വീടുണ്ട്. ഇപ്പൊ അവര് വീട് വിട്ടു. ഒരു റോയിച്ചനുണ്ട്. ആ വീട്ടിൽ ചെന്ന് കയറിയാടെ എനിക്കതിന് സിസ്റ്റം ഒന്നും അറിയത്തില്ല. ഒരു ഈ സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വേദപുസ്തകം ഇങ്ങനെ അതിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. വേദപുസ്തകം വചനം അത്യാവശ്യ കാര്യമായി സംസാരിക്കും. വചനം ഈ വചനം പറഞ്ഞുകൊണ്ട് നമുക്ക് വേറെ ഒന്നും പറയാൻ തോന്നുന്നില്ല. അതിങ്ങനെ ഓരോ മുറിയിലും കേൾക്കാം. ഇങ്ങനെ വചനമാണ്. പക്ഷെ പ്രത്യേകത ആ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച പാട്ടിന്റെ ഒരടി പാടിയ മതി. എന്നാ അന്തരീക്ഷമാണെന്നറിയോ? പ്രാർത്ഥിക്കാൻ എന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ ഒഴുക്കാം. ചില വീട്ടിൽ ചെന്ന് കൈയടിച്ചാലും ഒക്കുന്നില്ല, പാടിയാലും ഒക്കുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും ഒക്കുന്നില്ല. ആമേൻ സ്വന്തം വചനം പറഞ്ഞാലും ഒക്കത്തില്ല. കാരണം എന്നാണെന്നറിയോ? അവിടെ ഇതൊന്നും അല്ല പറയുന്നത്. പിന്നെ എത്ര എന്ന് നേരെ എടുത്ത് പരിശ്രമിച്ച് ആത്മീയ ഭാഷ പറഞ്ഞ പോരാടി എങ്കിൽ ആ ഒരു അന്തരീക്ഷം. എന്റെ പ്രിയരെ, നമ്മുടെ വീട്ടിൽ ആരാധനയും പ്രാർത്ഥനയും ഉയരണം. ദൈവവചനം ഉയരണം. വചനത്തിന് ശക്തിയുണ്ട്. ഇത് വേഗത്തിൽ ഓടുന്ന വചനമാണ്. ദൈവം ഈ വചനം വഴിയിൽ നിന്നെ കാക്കും. ഈ വചനം കാലിന് ദൈവവും പാലയ്ക്ക് പ്രകാശമാണ്. ഈ വചനം നിനക്ക് മുമ്പായി പുറപ്പെടും. ദുർഘടങ്ങളെല്ലാം ദൈവം മാറ്റിത്തരും. താമരകളെ തകർച്ചു തരും. നിനക്ക് പ്രയാസമായതിന് ഈ വചനം കിടന്ന് വചനത്തിന്റെ ആഴം. ഓ ജീസസ്, അവിടെ മുമ്പോട്ട് പോകാം. ഇങ്ങനെ ഈ തടവിലെ വീട്ടിൽ കൂലിക്ക് വാങ്ങിയെന്ന് പറയുന്ന തടവാണ്. ഈ തടവ് വീട്ടിൽ തനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. വരുന്നവരുടെ സുവിശേഷം പറയാം, വചനം പറയാം, അവരെ പ്രബോധിപ്പിക്കാം, അവരെ സ്വീകരിക്കാം. അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ 2 വർഷം ആ വീട്ടിൽ. അതിനുശേഷം പൗലോസ് ഇവിടെ നിന്ന് മോചിതനായി. എന്നാൽ പിന്നീട് ചരിത്രം പഠിക്കുമ്പോൾ വീണ്ടും തന്നെ ജയിലിലാക്കി സുവിശേഷ നിമിത്തം. അത് റോമൻ തടങ്കലില്ല, റോമൻ ജയിലിലാണ്. ആ ജയിലിന്റെ പ്രത്യേകത പഠിച്ചിട്ടുള്ളവരും പോയി കണ്ടിട്ടുള്ളവരും അത് വായിച്ച് മനസ്സിലാക്കിയവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഒരിടുങ്ങിയ മുറി, ഭൂമിയിൽ നിന്ന് താഴെയായിട്ട് ഒരിടുങ്ങിയ മുറി, കച്ചിയോ അതുപോലെ തന്നെ തത്തുല്യമായ സാധനം ഇട്ടിരിക്കുക, ഒരു ചെറിയ വെളിച്ചം കയറാൻ ഒരു വെന്റിലേഷൻ.
ചാരക്കാരൻ മേളിൽ നിട്ട് കൊടുക്കും. ശരിക്കൊന്ന് സ്വാതന്ത്ര്യത്തോടെ അതിനകത്ത് ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ഒക്കത്തില്ല. എലിയുടെ ശല്യം ഉണ്ടെന്നാ ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെ ഒരു വല്ലാത്ത ഇടുങ്ങിയ ഈ ഭൂമിയിൽ നിന്ന് നാണിയായിട്ടൊരു കുഴി പോലായി റോമൻ ജയില്. ഇതിനകത്ത് പൗലോസ് കിടക്കുന്നത് ഏതാണ്ട് 5-6 വർഷത്തോളം ബുദ്ധിമുട്ടിയെന്നാണ്. അപ്പൊ താന് ജയിലിൽ കിടക്കുക. ഇങ്ങനെ ജയിലിൽ കിടക്കുമ്പോൾ താൻ മരിക്കാറായി. തനിക്ക് മനസ്സിലായി തന്നെ ഗളച്ഛേദം ചെയ്യാൻ പോവുക, കൊല്ലാൻ പോവുക. നീറോയുടെ കാലത്ത് ശക്തമായ പീഡ സഭയ്ക്കുണ്ടായി. അപ്പൊ തന്നെയും തല വെട്ടി കൊല്ലാൻ പോവുക. വേറൊരു ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്നത്, താൻ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ വെട്ടിക്കൊല്ലേണ്ട വാള് എന്ന് രാവിലെ വന്നിങ്ങനെ രാഗുന്ന ശബ്ദം കേട്ടു. അതുകൂടെ കേട്ടാച്ചായി എഴുതിയത് എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നുണ്ട്, മരിക്കാൻ പോവുക. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ഈ പശ്ചാത്തലത്തില് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. ഇത് തിമോത്തിയോസിനെ ഈ ലേഖനം എഴുതുക. തിമോത്തിയോസിനെ എന്തിനാന്ന് ചോദിച്ചാൽ, എഴുതിയപ്പോ താൻ 2-ാം അധ്യായത്തിന്റെ 1-ൽ പറയുന്ന ഒരു പദമുണ്ട്, വായിച്ച 2-ന്റെ 1. 2-ന്റെ 1. എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ക്രിസ്തുയേശുവിന്റെ നല്ല പഠനായി ഞാനോ ഇങ്ങനെ സഹിക്കുന്നു, നിനക്കത് വരരുതെന്നല്ല, നീയും എന്നോടുകൂടെ. ഈ വേലയുടെ വിശേഷത ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇത് കർത്തതയുടെ വേലയാണ്. പണ്ട് ഒരു ഉപദേശി പറഞ്ഞു, 10 വിശ്വാസിയും ഒരു 10-25 റബ്ബറും കൊണ്ട് എന്റെ കാര്യം നടക്കുമെന്ന്. അപ്പൊ പുള്ളിയുടെ ദർശനമാകാം, 10 വിശ്വാസിയും 10-25 റബ്ബറും കൊണ്ട് അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് ആത്മാക്കളെ നേടണമെന്നോ, പുതിയ കുടുംബങ്ങൾ വരണമെന്നോ, പുതിയ വ്യക്തികൾ വരണമെന്നോ, സഭയെ അനുഗ്രഹിക്കണമെന്നോ യാതൊരു താല്പര്യവും. കാരണം മനസ്സിനകത്തിരിക്കുന്ന 10 കുടുംബവും 25 റബ്ബറിന്റെ മൂടും. പിന്നെ എങ്ങനെ എന്നാ ചെയ്യാൻ? അപ്പൊ അങ്ങനെ വേലയ്ക്ക് ഇറങ്ങിയവരും ഉണ്ട്. സ്തോത്രം. പണ്ട് ഉപദേശമാരൊക്കെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്, ദൈവത്തെ വിളിച്ചിറങ്ങിയവരുണ്ട്, ദൈവം വിളിച്ചിറങ്ങിയവരും ഉണ്ട്. ദൈവം വിളിച്ചവരുണ്ട്, അങ്ങനെയുള്ളവരെ കണ്ടാലറിയാം. ദൈവത്തെ വിളിച്ചിറങ്ങിയവരുണ്ട്, ദൈവമേ ഇറങ്ങുക എന്നാന്ന് വെച്ചാൽ ചെയ്തോണം. അപ്പൊ ദൈവത്തെ വിളിച്ചിറങ്ങിയവരെ ഇടയ്ക്കിടയ്ക്ക് കുഴയും. ദൈവം വിളിച്ചവനെ കണ്ടാലറിയാം. അപ്പൊ പൗലോസ് പറയുക, നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കണം. അപ്പൊ ഈ തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ ഇനി ഈ തിമോത്തിയോസിന്റെ 2-ാം ലേഖനത്തിലെ പ്രധാനപ്പെട്ട വാക്യം ഏതാണെന്നറിയാമോ? വേദപഠിതാക്കളെല്ലാം പറയുന്നത് പ്രധാനപ്പെട്ട വാക്യം 2-ന്റെ-15. ഒന്ന് വായിച്ച് 2-ന്റെ-15. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചും കൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ഇതാണ് ഇതിലെ പ്രധാന ഉപദേശവും വാക്യം. തിമോത്തിയോസിനോട് പറയുക, സത്യവചനത്തെ യഥാർത്ഥമായിട്ട് ഇതിനകത്ത് മായ ഒന്നും ചേർക്കരുത്, ഇതിനകത്ത് കൂട്ടു ചേർക്കൊന്നും ചെയ്യരുത്. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, എല്ലാവർക്കും താല്പര്യം വന്നെന്നും വരികയില്ല, എല്ലാവർക്കും മുഖം തെളിഞ്ഞെന്നും കൂട്ടു ചേർത്ത് മായം ചേർത്ത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ ഇതിനകത്ത് മായം ഒന്നും ചേർക്കരുത്, കൂട്ട് ചേർക്കരുത്, കുറയ്ക്കരുത്. ഇതിനകത്ത് ബാധ വരുമെന്നാണ് എഴുതിയിരുന്നത്. സഭയിൽ പല ടൈപ്പ് ആൾക്കാരാ. അവരെല്ലാം നോക്കി നമുക്കിത് കൂട്ടി മാറ്റാൻ പറ്റുമോ? ഞാനെപ്പോഴും പറയും, എന്നെ കൂടെ പ്രതിയാക്കി പറയാ, ഇതിനനുസരിച്ച് നമ്മൾ വരുന്നതല്ലാതെ നമ്മൾക്കനുസരിച്ച് ഇത് മാറ്റാൻ ഒക്കത്തില്ല. കാശുള്ള അച്ഛനുണ്ട്, കാശുള്ള അമ്മാമയുണ്ട്, കാശില്ലാത്തവനുണ്ട്, കറുത്തവനുണ്ട്, വെളുത്തവനുണ്ട്, കഴിവുള്ളവനുണ്ട്, കഴിവില്ലാത്തവനുണ്ട്, ആമേൻ സ്തോത്രം. മിടുക്കനുണ്ട്, മിടുക്ക് കുറഞ്ഞവനുണ്ട്, നിറമുള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്. അങ്ങനെ പല ആൾക്കാരും കാണും. പല വിഭാഗത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വന്നവരാണ്. അവരെ പ്രതി ഇതിന് മാറ്റം വരുത്താനും നോക്കത്തില്ല. ഇതനുസരിച്ച് വരുന്നവര് മാർഗേ ഉള്ളൂ. ഇതാണ് ദൈവമുലകത്തിന്റെ പ്രത്യേകത. ഇത് സ്വർഗത്തിൽ നിന്നിലേക്ക് സ്ഥിരമായ ദൈവത്തിന് മഹത്വം. അപ്പൊ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം.
ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനാ നിൽക്കണം. ഇതാണ് ഇതിലെ തിമോത്തിയോസോട് പറയുന്ന കാര്യം. അതെന്നാന്ന് ചോദിച്ചാൽ ഇതിനകത്ത് മായം ചേർത്ത് പ്രസംഗിക്കുന്ന ധാരാളം ആൾക്കാർ ഉണ്ട്, കൂട്ടിച്ചേർക്കുന്നവരും ഉണ്ട്. പക്ഷെ അവരുടെ നടുവിൽ നീ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചോളാം. ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരൻ ദൈവത്തിന് കൊള്ളാവുന്നവനാണ്. അതേ ഭാഗത്തേക്കെല്ലാം പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ വായിച്ച 9 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ ഒരു 3-4 വ്യക്തികളെ എടുത്തു പരാമർശിക്കുക. ഒന്ന് ദേമാസ്. അവന്റെ കുഴപ്പമെന്ന് വായിച്ചേ. ഈ ലോകത്തെ സ്നേഹിച്ച് ഇനി അടുത്തത് രണ്ട് ലൂക്കോസ്. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. അടുത്ത് ചേർന്ന് മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ട് വരണം. ഇനി 14-ാം വാക്യം. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മുടെ ശുശ്രൂഷയിൽ അല്ലെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ 4 ടൈപ്പ് ആൾക്കാർ എപ്പോഴും കാണും. ഇത് അറിഞ്ഞുകൊണ്ടേ നമ്മൾ മുമ്പോട്ട് പോകാം. പലരാൾ പറഞ്ഞ് 8 പൊട്ടും തിരിയാതെ ഒരുത്തനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചെന്ന്. രാമ പറഞ്ഞ 8 പൊട്ടും തിരിയാത്ത ചെറുക്കനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചെന്ന്. അങ്ങനെ കഴിപ്പിക്കരുത് എന്ന് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ 4 മനസ്സിലാക്കി വേണം ശുശ്രൂഷയിൽ പോകാൻ. ഒന്ന്, നമ്മുടെ ശുശ്രൂഷയിലെ സ്തോത്രം ഈ ലോകത്തെ സ്നേഹിച്ച് നമ്മളെ വിട്ടുപോകുന്നവർ കാണും, ഉണ്ട്. 2, കൂടെ നിൽക്കുന്ന ചിലർ കാണും. 3, ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ള ചിലര് കാണും. 4, നമ്മളോട് എതിർക്കുന്നവരും കാണും. ഇതെല്ലാവരുടെയും ജീവിതത്തിലും എല്ലാവരുടെയും ശുശ്രൂഷയിലും എപ്പോഴും കാണും. ഈ ലോകത്തെ വിട്ട് എന്നെ വിട്ട് അവൻ പോയത് സാമ്പത്തിക വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ പോയതാണ്. സ്തോത്രം. അങ്ങനെയാണല്ലോ ഇവിടെ ചിലരെയൊക്കെ കണ്ടില്ലേ, ബംഗാളികളെ പറ്റി എന്നോട് ഒരാൾ പറഞ്ഞു, സ്തോത്രം, ഇപ്പൊ ഈ ഹോട്ടലിൽ നിൽക്കുക 100 രൂപ കൊടുക്കുക, അപ്പുറത്തെ ഹോട്ടലുകാരൻ 150 പറഞ്ഞ അന്നേരം പോകും, മിണ്ടുക പോലും ഇല്ല. രാവിലെ പൊറോട്ട അടിക്കാൻ അവനെ കാണുന്നില്ല, മുതലാളി തന്നെ എന്ന്. കാരണം അവനെ അപ്പുറം 150 ഒരാൾ കൊടുത്തു. അങ്ങനെയുള്ള ധാരാളം ശുശ്രൂഷയിൽ ഉണ്ട്, ധാരാളം ആൾക്കാരുണ്ട്. സഭ എല്ലാ ദിവസവും സഭ മാറുന്ന ആൾക്കാരുണ്ട്. പണ്ട് ഞങ്ങളുടെ ഒരു അച്ചായനെ പറഞ്ഞത് ഇപ്പോൾ ഓർക്കുക, പുള്ളിക്ക് പുള്ളിയുടെ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പൊ ലോൺ അനുസരിച്ച് ഇവിടുത്തെ ബിസിനസ്. അതിന് പുള്ളി മാനേജർ വരുമ്പം എല്ലാം ബോർഡ് എഴുതി വെച്ചിരിക്കുക, കാനറ ബാങ്ക്. അപ്പൊ മാനേജർ വരുമ്പോൾ ആ ബോർഡ് അങ്ങ് തൂക്കും. അപ്പൊ പുള്ളി പറഞ്ഞു, നമ്മുടെ ബാങ്കിന്റെ. പുള്ളി പോകുമ്പോൾ അടുത്ത സ്റ്റേറ്റ് ബാങ്ക്. ബോർഡ് മാറ്റി, 2 പേരെ നിർത്തിയിരിക്കുക, ബോർഡ് വെക്കാനും മാറ്റാനും. സ്റ്റേറ്റ് ബാങ്കിലെ ആൾ വരുമ്പോൾ അവർ നോക്കാൻ, സ്റ്റേറ്റ് ബാങ്ക് കൊള്ളാം. അവര് പോയി കഴിയുമ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, കൊള്ളാം, നമ്മുടെ. പിറ്റേ ദിവസം കാത്തലിക് സിറിയൻ ബാങ്ക്, മുഴുത്തക്ഷരത്തില്. ചുരുക്കി പറഞ്ഞ വന്നവരെല്ലാം ധരിച്ചത് അങ്ങനെ ഉണ്ട്. അങ്ങനെ യാതൊരു ആത്മാർത്ഥത ഇല്ലാത്ത ആൾക്കാർ ഉണ്ട്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ 10 രൂപ അല്ലെങ്കിൽ 10 പൈസ കൂടുതൽ കിട്ടിയാൽ അങ്ങോട്ട് അങ്ങനെ ഒത്തിരി പേര് പോകുന്നവരുണ്ടല്ലോ. ഇവിടുന്നും പോയിട്ടുണ്ട്. സ്തോത്രം. ഉണ്ട്. എന്തേലും ഇച്ചിരി കിട്ടിയ ചാടാൻ പോങ്ങി നിൽക്കും. കയ്യാലപ്പുറത്ത് തേങ്ങ ഇടയ്ക്ക് നമ്മളെ ഭീഷണി തുടയ്ക്കും. ഇങ്ങനെയാണ് ഞാനങ്ങ് മന്ദകാലം തൊഴിക്കുന്നത് പോലെ. മന്ദകാലം കാല് കാണിച്ചിട്ട് നിന്നെ ഞാൻ ഒറ്റ തൊഴിക്ക് കൊല്ലും. ഭാര്യയ്ക്ക് പേടിയ. അതിനതിന് പുള്ളി പറയുന്നതല്ല, ചായ ഇട്ടോണ്ട് വാ, ചേട്ടനെ കുടിച്ച് ഇട്ടോ, അവിടെ കാല് കാണിക്കുക. കാല് കണ്ട് തള്ള പേടിച്ച് ഇയാള് പറയുന്നതെല്ലാം കൊണ്ട് മുറക്കി കൊടുക്കുക. തള്ള എങ്ങനെ അത്തുപോയി. അത് കഴിഞ്ഞപ്പോൾ വേറെടുത്തിയെ കെട്ടി. അവള് മിടുക്കിയായിരുന്നു. അവള് കല്യാണം കഴിച്ചപ്പോൾ ഇയാള് പതിവ് അറവെടുത്ത് ഞാൻ തൊഴിച്ചു വന്ന് കാല് കാണിച്ചു. കൊണ്ടുപിടി വന്ന് അവര് പറഞ്ഞാൽ തൊഴിച്ചേച്ചെ കൊണ്ട് ബാക്കി എന്നാലും വല്ല എനക്കാൻ മേല. കാലിങ്ങനെ വന്നിച്ചിരിക്കുന്നതല്ലാതെ അനക്കാൻ മേല.
അത് അറിയാവുന്നവർക്കറിയാം. അപ്പൊ അങ്ങനെ ഭീഷണി മുടക്കുന്ന ആൾക്കാരും ഉണ്ട്. ദൈവത്തിന് മഹത്വം. ദേവദാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയെന്ന്. എന്റെ പ്രിയരെ, നിങ്ങളെ വിട്ടുപോകുന്ന പലരും കാണും. പക്ഷെ നിങ്ങൾ കഞ്ചലിക്കരുത്. നിങ്ങളെ വിട്ടുപോകുന്ന പലരും കാണും. നിങ്ങൾ പവറിൽ പോകരുത്. മാതാപിതാക്കൾ ഒരുവരെ വിട്ടെന്ന് വരാം, സഹോദരങ്ങളെ കൈവിട്ടെന്ന് വരാം, വേണ്ടപ്പെട്ടവര് കൈവിട്ടെന്ന്, സഭക്കാരൻ ചിലപ്പോ കൈവിട്ടെന്ന് വരാം. പക്ഷെ ഒരു കാര്യം പറയാം, നിന്നെ ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു നല്ല കർത്താവുണ്ട്. എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ദയവ് ചെയ്താൽ നിന്റെ കർത്താവ് നിന്റെ കൂടെ നിരാശപ്പെട്ടു പോകരുത്. പകരുന്നത് കർത്താവ് ഒരു നാൾ എന്നെ ഉപേക്ഷിക്കില്ലെന്ന് പരമാർത്ഥ ചൊല്ലി ഉണ്ട്. എല്ലാവരും നിന്നെ ഇട്ടേച്ചു പോയാൽ നിന്നെ ഇട്ടേച്ചു പോകാത്ത ഒരു നല്ല കർത്താവുണ്ട്. അതുകൊണ്ട് ചഞ്ചലിക്കരുത്. ഭീഷണിയൊക്കെ കേൾക്കുമ്പോ പേടിക്കരുതെന്നായി പറഞ്ഞത്. സ്തോത്രം. ഇട്ടേച്ചു പോകും. സ്തോത്രം. ഞാൻ കാണിച്ചു തരാം. ഒന്നും കേട്ട് പേടിക്കരുത്. നിന്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഈ മാതാപിതാക്കളെ, ഭാര്യ, ഭർത്താവ്, മക്കള്, ഇതെല്ലാം കുഴിമാടം വരെയുള്ളൂ. സ്തോത്രം. ചിലരെ മരിക്കാൻ നോക്കിയിരിക്കാൻ രണ്ടാമത്തെ കല്യാണം. എന്തിനാ മരിക്കാൻ? ജീവിച്ചിരിക്കുമ്പോ തന്നെ കേട്ടില്ലയോ? എന്തിനാ ഇനി മരിക്കുന്നേ? മിണ്ടുന്നില്ല. ജീവിച്ചിരിക്കുമ്പോ തന്നെ ഇണക്കി വെച്ച ആൾക്കാരുമുണ്ട്. മിണ്ടുന്നില്ല. പിന്നെ മരിക്കുന്നത്. സ്തോത്രം. ഇവിടുത്തെ സ്നേഹമെല്ലാം കുടിമാനം കൊണ്ട് തീരുന്നതാണ്. എന്നാൽ നിലനിൽക്കുന്നത് ദൈവസ്നേഹമാണ്. അതിവിടം കൊണ്ട് തീരുന്നതല്ല, ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതുമല്ല. നമ്മൾ പാടുകയല്ലേ, മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ യുഗകാലം ഓ മരണത്താൽ ഈ കുഴിമാടം വരെ ഉള്ളു. അതുകൊണ്ട് ഇത് ചെയ്യരുതെന്നോ കരുതരുതെന്നോ സ്നേഹിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. എന്നാ ഇന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കുഴിമാടം വരെ ഉള്ളു. എന്നാ എനിക്ക് എന്റെ കാര്യം തനിക്ക് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ആ കുഴിമാടം വരെ നമുക്ക് കടമകളുണ്ട്. അപ്പനോട്, അമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, സമൂഹത്തോട്, സഭയോട്, ശുശ്രൂഷകരോട്, കൂട്ടുവേലക്കാരോടൊക്കെ കടമകളുണ്ട്. ആ കടമകൾ നിവർത്തിക്കണം. ചിലരെ കടമകളൊന്നും നിവർത്തിക്കില്ല. കണ്ണടച്ചിരുട്ടാക്കില്ല. കണ്ണടച്ചിരിക്കാൻ പറയാം മുഴുവൻ ഇരുട്ടാ മാമേ. പിന്നെ കണ്ണടയ്ക്കുമ്പോ പണ്ടൊരു സഹോദരി വന്ന് കൊണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അച്ചായ പ്രാർത്ഥിക്കണം. കണ്ണടയ്ക്കുമ്പോഴെല്ലാം ഇരുട്ടാണ്. മുഴുവൻ ഞാൻ കണ്ണടയ്ക്കുമ്പോ ഇരുട്ടല്ലാതെ കണ്ണങ്ങ് തുറന്നിരുന്നേക്കണം. അച്ഛാ പ്രാർത്ഥനയ്ക്ക് വന്ന് കണ്ണടച്ചപ്പോ ഇരുട്ടാ. ഇവിടെ കണ്ണടച്ച ഇരുട്ടാ. നീ കണ്ണങ്ങ് തുറന്നിരുന്ന അതിനെ വേട്ട കാണും. കണ്ണടച്ച് ഇരുട്ടാക്കരുത്. നമുക്ക് ചില കടമകളുണ്ട്, കർത്തവ്യമുണ്ട്. അത് ചെയ്യട്ടെ. ഉണ്ടാകും. മാതാപിതാക്കളോട്, മക്കളോട്, സമൂഹത്തോട്, സഭയോട്, ശുശ്രൂഷകരോട്, ദൈവമക്കളോട്, സഹോദരങ്ങളോട്, ഇതൊക്കെ കടമയിൽ ചിലരിൽ യാതൊരു കടമയും നിർവഹിക്കുകയല്ല. ഒരു കടമയും രാവിലെ ബാഗിനകത്തോട്ട് ബൈബിളും വെച്ചിട്ട് നേരെ അങ്ങ് കടപ്പുറത്ത് മുണ്ടിയിരിക്കും പോലെ ഒരു കടമയില്ലാത്ത എനിക്ക് ഒത്തിരി പേരെ അറിയാം. ചിലർക്ക് ഭയങ്കര ശുശ്രൂഷയാ, ഒരു കടമയും നിർവഹിക്കുകയല്ല. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ, സമൂഹത്തിലായിരിക്കുമ്പോൾ കടമകൾ നടത്തിയോ അത് നിർവഹിക്കണം. പക്ഷെ ഇതെല്ലാം കുഴിമാടം കൊണ്ട് തീരുന്നതാണ്.
എന്നാൽ ഒരിക്കലും വിട്ടുപോകാത്ത, ഉപേക്ഷിക്കാത്ത, തള്ളിക്കളയാത്ത ഒരു കർത്താവ് നമുക്ക് സ്വർഗത്തിൽ. അതുകൊണ്ട് എന്റെ പ്രിയരെ, നിങ്ങളെ വിട്ടുപോകുന്ന പലര് കാണും, നിങ്ങളെ ഉപേക്ഷിക്കുന്ന പലര് കാണും, നിങ്ങളെ ത്യജിക്കുന്ന പലരും കാണും. ഞാന് ശിവപാസ്റ്റോട് ചോദിച്ചാൽ പറയാം. ഞാൻ ചില കാര്യമൊക്കെ പറയും, ഈ പ്രവചനം പറയുന്ന പോലെ ഞാൻ പറയും. മറുഭാഷയൊന്നും പറയത്തില്ല, തലേ കൈവെക്കുകയല്ല. പക്ഷെ അന്നേരം അങ്ങ് വരും, അത് അതുപോലെ ഒക്കുമെന്നുള്ളത്. സ്തോത്രം. അതുപോലെ ഒത്തിരി കാര്യമുണ്ട്. ഒന്നോ രണ്ടോ ഇഷ്ടം പോലെ ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ ഞാന് നേരത്തെ ശിവപാസ്റ്റോട് പറഞ്ഞു, ശിവപാസ്റ്ററെ ഈ സഭയിൽ നിന്ന് ചിലര് പോകും. ഓ ഇല്ല, പോകത്തില്ല, അവര് പോകത്തില്ല. ഞാൻ പറയുന്നത് സ്നോയിക്കോ സൂക്ഷിച്ചോ, അവർ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു. അത് ഒന്നല്ല, പലരെ പറ്റി ഞാൻ പറഞ്ഞു. ഇത് പ്രാർത്ഥിച്ചായി പറഞ്ഞു. പോകും. ആത്മാർത്ഥതയും ഊറുമുള്ള ആൾക്കാരുണ്ട്, അവരെ അറിയാം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചോദിക്കൊന്നും വേണ്ട, എന്നെ നിർബന്ധമാണെന്ന് ചോദിച്ചു. പുള്ളി പറയുമെന്ന് എനിക്കറിയത്തില്ല. ചിലര് പോകും. പറഞ്ഞതുപോലെ തന്നെ അടുത്ത കാലത്ത് ഞാൻ പുള്ളിയോട് ഒരു പ്രവചനം പറഞ്ഞു. സ്തോത്രം നോയിക്കോ, സ്തോത്രം ഇത് വിനയായി തീരും. ഒടുവിലെ സ്തോത്രം ഒരാൾ വന്ന് കരഞ്ഞുകൊണ്ട് പറയും ഞാനും കുഴഞ്ഞെന്ന്. അത് അതുപോലെ തന്നെ സംഭവിച്ചു. എവിടെ എന്താണെന്നൊന്നും ഇപ്പൊ ഞാൻ മിണ്ടുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോ എന്തായാലും പറഞ്ഞ പുള്ളിക്ക് പേടി, എന്നോട് പറയും മിണ്ടരുത് തോന്നാം. ചില കാര്യങ്ങൾ അത് പ്രാർത്ഥിച്ച് നിയോഗത്തിനായി പറയുന്നത്. ചില കാര്യങ്ങൾ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. ഞങ്ങള് കാസർഗോഡ് ചെന്ന് വിളിക്കുന്ന പിന്നെ അന്നേരം ഞങ്ങൾ കാസർഗോഡ് ചെന്നപ്പോൾ രാവിലെ വെളുപ്പിനെ 3:30 ഞാൻ എഴുന്നേറ്റ് പാട്ടുപാടി പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റു. അപ്പൊ ഒരു കുഴപ്പമില്ല, ശാന്തമായ അന്തരീക്ഷം. അപ്പം ലൈറ്റും ഒക്കെ ഇട്ടിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞേ മഴയില്ല, കാറ്റിന്റെ ഒന്നും നല്ല അന്തരീക്ഷം, ശാന്തമായ അന്തരീക്ഷം. വെളുപ്പിനെ 4 മണി വന്നു. ഞാൻ പറഞ്ഞു ഈ മൊബൈൽ അങ്ങോട്ട് കുത്തിക്കോ, കറണ്ട് പോയാൽ എന്തോ ചെയ്യും. മൊബൈൽ എടുത്തു കൊടുത്ത് കുത്താൻ ഞാൻ കറണ്ട് പോകും. പറഞ്ഞു കഴിയിപ്പിച്ചത് പോലെ അങ്ങനെ ഒത്തിരി സംഭവമുണ്ട്. ദൈവം എന്നെ ചില വെളിപ്പാട് കാണിക്കും. ചില വിഷയത്തിൽ ഞാൻ ചിലരോടൊക്കെ ചെന്ന വെളിപ്പാട് പറയും. ഇന്നലെ പോലെ ഞാൻ കണ്ടിരിക്കില്ല, പക്ഷെ ആ പറയുന്ന ദിവസമോ ആഴ്ചയൊന്നും അല്ലെങ്കിൽ സൂക്ഷം നടന്നിരിക്കും. ഒത്തിരി ഉണ്ട് സംഭവം. ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ പോകാൻ നേരത്ത് അത് ലൈവ് വേണ്ട,
സ്തോത്രം. അതെപ്പോഴും ഓർത്തിരിക്കണം. കൂടെ ചിലര് അവര് കൂടെ നിൽക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ആത്മാർത്ഥതയോടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അത് നമുക്ക് കാണുകയും കേൾക്കുകയും സംസാരവും ഇടപാടും സമീപനവും ഒക്കെ കാണപ്പെടുക. ആത്മാർത്ഥതയ്ക്ക് ഈ ആനയ്ക്ക് ഉത്സവം നന്നാകണമെന്ന് ഒരു താല്പര്യവും ഇല്ല. നമ്മളതിപ്പോ ആന ഈ പ്രാവശ്യത്തെ ഉത്സവം ആനയുടെ കയറവുമില്ല. ആനയാണ് ഇതിന്റെ മുഴുവൻ ഫുൾ ചുമതല. ആനയ്ക്ക് ഉത്സവം നന്നാകണമെന്ന് യാതൊരു താല്പര്യവും ഇല്ല. സ്തോത്രം. പക്ഷേ നമ്മുടെ കൂടെ നിന്ന് നിൽക്കുന്ന ജനത കാണും. അത് ശുശ്രൂഷയിലും നിങ്ങളുടെ ജീവിതത്തിലും ഒക്കെ കാണും. നിങ്ങൾ തന്നെ താൻ ശോധന ചെയ്യുക. കഷ്ടങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ, പോരാട്ടം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ഉപേക്ഷിച്ച് പോകത്തില്ല, തള്ളിക്കളയത്തില്ല, നിങ്ങളെ തള്ളിപ്പറയത്തില്ല, നിങ്ങളെ ത്യജിക്കത്തില്ല, അവൻ നിങ്ങളെ ആക്ഷേപിക്കത്തുമില്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവര് കാണും. ഇതെപ്പോഴും നമ്മുടെ ശുശ്രൂഷയിലുമുണ്ട്. 3, മർക്കോസ് ശുശ്രൂഷയ്ക്ക് ഒരു കാലത്ത് പത്രോസും മർക്കോസും കൂടെ പോയി പറഞ്ഞു അവനെ കൊള്ളുകയല്ല, വിട്ടേക്കാൻ പറഞ്ഞു. ആ പൗലോസ് തിരിച്ചു പറയാ, അങ്ങനല്ല, അവന് ശുശ്രൂഷയ്ക്ക്. പ്രിയരെ, നമ്മൾ ചിലപ്പോൾ പറയും ചെറിയ കൊള്ളുകയല്ല, ചീത്തയാ, കൊള്ളുകയല്ല, അവൻ ഇനിയും യാതൊരു കാര്യത്തിന് കൊള്ളിക്കാൻ ഒക്കത്തില്ല എന്നൊക്കെ നമ്മുടെ മാനുഷിക നിലയിൽ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമുക്കറിയത്തില്ല ദൈവത്തിന്റെ പ്രവർത്തനം. കൊള്ളുകയെന്ന് പറഞ്ഞ് വിട്ട് മർക്കോസിനെ പറ്റി പറയുക, അവൻ കൊള്ളും, ശുശ്രൂഷയ്ക്ക് കൊള്ളും, അവനെ തിരിച്ചു കൊണ്ടുപോകാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നമ്മൾ ആരെ ആക്ഷേപിക്കരുത്. ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ സ്റ്റീവനെ ഇവനെങ്ങനെയാകുമെന്ന് നമുക്കറിയത്തില്ല. സ്തോത്രം, അറിയത്തില്ല. ഈ കുഞ്ഞുങ്ങള് അവിടെ തോമാച്ചനെ, മോനെ, ശ്രീപാസ്റ്റർ, പൈതല് ഇവരൊക്കെ എങ്ങനെയാകുമെന്ന് നമുക്കാർക്കും അറിയത്തില്ല. നമ്മുടെ ഈ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങൾ അതൊക്കെ സ്വർഗത്തിലെ ദൈവമായിരിക്കും. അവരുടെ കളർ കണ്ടോ, അവരുടെ ഇപ്പോഴത്തെ സംസാര ശൈലി കണ്ടോ, അവരുടെ ഡ്രസ്സിന്റെ പാലറ്റ് കണ്ടോ, അവരുടെ കയ്യിരിക്കുന്ന ബൈബിള് കണ്ടോ, അല്ലെ ചപ്പല് കണ്ടോ, ഒന്നും ഇരിക്കരുത്. നമുക്കറിയത്തില്ല ദൈവത്തിന്റെ പദ്ധതി. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. ഇന്ന് പകൽ വേളയിൽ അവൻ ദൈവമൈതലേ അവൻ കൊല്ലത്തില്ലെന്ന് പറഞ്ഞ പൗലോസിനെ കൊണ്ട് തന്നെ പറയിച്ചു അവൻ ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനെ. 4, എതിർത്ത് നിൽക്കുന്നവര് കാണും. എല്ലാ മേഖലയിലും കാണും എതിർത്ത് നിൽക്കുന്നവര്. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എതിർപ്പാ, എന്നും എതിർപ്പാ, എതിർക്കുന്നവര് കാണും. പക്ഷേ കർത്താവ് തന്നെ ഇടപെടട്ടെ. നമുക്ക് വിരോധമായി ചിന്തിക്കുമ്പോൾ, മന്ത്രിക്കുമ്പോൾ, എതിര് പറയുമ്പോൾ, എതിർക്കുമ്പോൾ ദൈവമക്കളെ മറുപടി പറയാൻ പോകരുത്. എന്റെ ആയത് പറയാം, മറുപടി പറയാൻ പോകരുത്. ക്ഷമിക്കണം, പ്രാർത്ഥിക്കണം. നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചാൽ മതി. ഒരു മറുപടിക്കും പോകരുത്, മുടക്കാൻ പോകരുത്, എതിർക്കാൻ പോകരുത്. അവ യാതൊരു പ്രശ്നത്തിനും ദൈവമക്കൾ പോകരുത്. അവൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. എല്ലാവർക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. വിട്ടുപോകുന്നവരുണ്ട്, ആമേൻ. കൂടെ നിൽക്കുന്നവരുണ്ട്, ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവരുണ്ട്, എതിർക്കുന്നവരുണ്ട്. പക്ഷെ ഇതിന് നടുവിൽ തിമോഥെയോസേ, നീ ആമേൻ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. നീ ലക്ഷിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാമെന്നാണ് നിൽപ്പാൻ ശ്രമിക്കണം. എല്ലാവരും അല്പസമയം ദൈവത്തെ ബന്ധപ്പെടുത്താം. അതുവരെ നീ ഓടി അധ്വാനിച്ചതോ നഷ്ടമായി പോകില്ലല്ലേ. Oh,
പാസ്റ്റർ പ്രാർത്ഥിച്ച് ബാബുക്കുട്ടിച്ചായൻ ആശീർവാദം പറഞ്ഞ് ഈ വെള്ളിയാഴ്ചത്തെ പകലിലെ പ്രാർത്ഥന അവസാനിച്ചു.